നമസ്കാരം. ശത്രുവിനാണെങ്കിൽ പോലും ഈ ഗതി വരുത്തരുത്. തൃശൂർ വീണ്ടും നേടാൻ സ്വപ്നം കണ്ട് കിനാക്കൾ നെയ്തുകൂട്ടിയ TN പ്രതാപന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടത്. പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനം അംഗീകരിക്കുന്നുവെന്ന് പറയുമ്പോഴും നല്ല സങ്കടമുണ്ടെന്ന് പ്രതാപന്റെ മുഖത്ത് നിന്ന് വ്യക്തമാണ്. കാരണം അത്തരത്തിലൊരു തിരിച്ചടിയാണല്ലോ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ നമ്മുടെ TN പ്രതാപന് കിട്ടിയത്. TN പ്രതാപൻ തന്നെയാണ് തൃശൂർ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന് തന്നെയാണ് അണികളും കരുതിയിരുന്നത്. അതിനാൽ തന്നെ അവർ വമ്പൻ പോസ്റ്ററുകളും ചുവരെഴുത്തുകളും TN പ്രതാപന് വേണ്ടി ഒരുക്കുകയും ചെയ്തു. എന്നാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കേട്ടപ്പോൾ എല്ലാവരും ഞെട്ടി. TN പ്രതാപനല്ല, K മുരളീധരനാണ് തൃശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. അതിനാൽ തന്നെ ലൂർദ് പള്ളിയുടെ മുറ്റം വരെ എഴുതിയ ചുവരെഴുത്തുകൾ മായ്ക്കാനുള്ള തിരക്കിലാണ് ഇപ്പോൾ പ്രവർത്തകർ. എന്തായാലും ഇത്തവണ തൃശൂരിൽ തീപാറും പോരാട്ടം തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത്. BJPയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അരയിൽ കച്ചമുറുക്കി ഇറങ്ങിക്കഴിഞ്ഞു. തൃശൂരിൽ BJP ജയിച്ചാൽ ഒരു കേന്ദ്രമന്ത്രി ഉറപ്പെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്ക് CPMനെയും കോൺഗ്രസിനെയും അതേസമയം പേടിയിലാക്കുന്നുണ്ട്. അതിനാൽ തന്നെ സുരേഷ് ഗോപിക്ക് നേരെ വ്യാജ പ്രചാരണങ്ങളും അവർ പടച്ചുവിടുന്നു. തൃശൂർ ആര് നേടുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.